എന്നെ വിളിക്കല്ലേ. ഇത് എന്താ ഇത്? ലോറി ബെഞ്ചിലെ ലോറി. ഇത് ഓട്ടിങ് ഇത് ഓട്ടിങ്. ഇത് ഓടിക്കുമ്പോ എന്റെ ലിവറി നോക്കല്ലേ. എന്താ കളിയാ നോക്കല്ലേ, കിക്ക് കൊണ്ടു. അതെന്തോ അളിയാ. അത് ഞാൻ പറയാന്നോളാം ചേട്ടാ നിന്റെ. അല്ല നീ ഫ്രണ്ടി പൊക്കോ, ഈവട്ടം ഫ്രണ്ടി പൊക്കോ, ഈവട്ടം ഫ്രണ്ടി പൊക്കോ, ഈവട്ടം നീ ഫ്രണ്ടി പൊക്കോ കളിയാ. വണ്ടി ഓടിക്കുമ്പോ എന്നൊന്ന് പറയല്ലേ. ഇപ്പോഴാണ് അപ്പൊ എന്റെ ഹോൺ കറക്റ്റായത്. നിന്റെ എന്തിനാണ് കൺസേവന്റ് സ്റ്റാൻഡേർഡ്. അരുൺ ശിവൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഷൗട്ട് ഔട്ട് അരുൺ ശിവൻ ബ്രോ. ഫ്രണ്ടില് ഇതിലല്ല തള്ളയുടെ ഇതെന്തോന്ന് വണ്ടി. ഞാൻ ജയിച്ചില്ലെങ്കിൽ ഇപ്പൊ തന്നെ അല്ലെ ഈകളെ ഇത് ഞാൻ വളക്കണ്ടല്ലേ ബ്രോ, എനിക്ക് വളച്ചു. കുറച്ച് മാറിയടാ, കുറച്ച് മാറിയേ, കുറച്ച് മാറിയേ. വണ്ടി ഒരു ലാപ്പ് മതിയേ, ഒരു ലാപ്പ് മതിയേ. ഒരു ലാഭ പിന്നെ റേസ് തീരുന്നവരെ കളിക്കണം. പിന്നെ അങ്ങനൊന്നും ഇല്ല. ഫീഡ്ബാക്ക് കിട്ടാത്തോണ്ടല്ലേ. വണ്ടി ഇലക്ട്രിക് ആണോ? സൗണ്ട് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ഈകള് കേറി പോയതാണ്ടാ തിരിച്ച്. എടാ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബോട്ട് വട്ടി ഉണ്ടോ? മറ്റേ 3 വീലുള്ള വണ്ടി കൊണ്ട് വന്നു. മിസ്റ്റർ ബീന്റെ വണ്ടി അത്. ഓ ആ വണ്ടിയിൽ കളിച്ചാലോ റേസ്? മിസ്റ്റർ ബീന്റെ ഈ മിസ്റ്റർ ബീന്റെ ഈ ബോട്ടിന്റെ വണ്ടി ഫണ്ണായിരിക്കും അത്. ഇതെങ്ങനെ ജയിക്കും? ഇത് എങ്ങനെ ഓവർടേക്ക് ചെയ്യും? ഇത് ഞാൻ ഓവർടേക്ക് ചെയ്ത് ബോട്ടിനെ. അവനെ ഇപ്പൊ ഓവർടേക്ക് ചെയ്യാം. ഒരു ബോട്ടേ ഉള്ള ആ വണ്ടി ഉണ്ടാവും ബോട്ടിന്റെ. ഹോൺ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ലടാ. ഹോൺ സെറ്റ് ചെയ്യണം. ഈ സ്റ്റിയറിംഗ് ഞാൻ ഹോൺ സെറ്റ് ചെയ്തില്ല. ഇതിന് എത്ര ഗിയർ ഉണ്ട്? 9 ഉണ്ടോ? 120 ലോക്ക സ്പീഡ് ആണോ? 123 ഏറ്റവും ബാക്കിൽ പ്രാവം മണലടിച്ചു വരുന്നത്. ഇല്ലല്ല, ബ്രാവോ എന്റെ ലിവറി കാണാൻ വേണ്ടി ഇറങ്ങി വരാ. എന്റെ ചത്തിയുണ്ടല്ലോ പറ്റിച്ചെന്റെ വണ്ടിയുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നുണ്ടോ? ഇത് ഇലക്ട്രിക്. സോയി ഇടിക്കരുത്, വന്ന് ഇടിക്കരുത്. പുറകെ തൊട്ട് പുറകിലാവുന്നുണ്ട് സോയി. വളയുന്നില്ല, വണ്ടി വളയുന്നില്ല. റിപ്പീറ്റിംഗ്. ഉണ്ടല്ലോ, അതാ വളയാൻ പാടുന്നില്ല. അല്ലല്ല, വളവിന്റെ അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുമ്പോ ഇടിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത്. കൺസൈൻമെന്റിന് പോണം ഫീഡ് ചെയ്ത്. അതാരല്ലേ ഒരു നുണുക്ക് വണ്ടി പോണത്? അവനാണ് പോട്ട്. വണ്ടി അതാണ്. അവിടെ വീണ ഞാൻ ഇടിച്ചതാണ് അവനെ ചെറുതായിട്ട്. ആവോടാ കഴിയാണേ, അത് കഴിയാണേ. ഫ്രണ്ട് വളവാണ്. വളവൊക്കെ അവിടെ എന്തോ അടി കിടക്കട്ടോ ബാക്കില്. മര്യാദക്കാ ഓടിച്ചിട്ട് പോയത്. മട്ട കയറിയേ, വട്ട കയറിയത്. ഇത് എങ്ങനെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്ന പോകുമോ? അല്ലെ അതിന് നല്ല പവർ അടിച്ചളിയാ. പക്ഷെ ഇത്ര വലിയ വണ്ടിയില്ല, ആ പവറിൽ ഇത്ര നീങ്ങോളെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അല്ലെ നീ ഒന്ന് ആലോചിക്ക്. ഇത് തീരുമ്പോ 24 hours ലൈവ് കഴിയും. 1 ലാപ്പ് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 1 ലാപ്പ് എത്ര കിലോമീറ്റർ ഉണ്ട്? 31. 1 ലാപ്പോ? 61 കിലോമീറ്റർ ഈ സ്പീഡിൽ പോണത്. നീ എന്തുവാ സീരിയസ് ആയിട്ട്? അതല്ലേ ഞാൻ പറഞ്ഞ 1 ലാപ്പ് ആര് ജയിക്കും, അവര് ജയിക്കട്ടെ ഞാൻ പറഞ്ഞത്.
ഈ എങ്ങനെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന അവൻ ഹാക്ക്. എടാ ഡീവൻ ആദ്യമേ നമ്മളൊക്കെ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവനൊരു ഡിസ്റ്റൻസ് ഓൾറെഡി കീപ്പ് ചെയ്ത് മനസ്സിലായ? നമ്മൾ അവിടെ തമ്മിൽ തല്ലി ഓരോരുത്തന്മാരെ പിടിച്ചോണ്ടിരുന്നു. ഇതെങ്ങനെ കയറി പോയി? അവിടെ മണലോട് കയറി, മണലോട് തിരിച്ചു കയറി, മണലോട് തിരിച്ചു വന്നേ. Let's go! ബാക്കിലത്തെ ഡിക്കി കൊടുന്നെല്ലാം കഴിഞ്ഞ കേട്ടാ. സ്പീഡ് വന്നത് അപ്പൊ ലോഡൊക്കെ എടുത്ത് റോട്ടിക്കളഞ്ഞു വെയിറ്റ് പറഞ്ഞു. അതെങ്ങനെ ബ്രാവോ പെട്ടെന്ന് സിമ്പിൾ ലോജിക്കാണ്. മനസ്സിലായല്ലേ? സിമ്പിൾ ലോജിക്കാണെന്ന് പറഞ്ഞത് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. കത്തിയേ എങ്ങനെ ഒന്ന് പറഞ്ഞു തരുമോ? അത് കുറച്ച് മനസ്സിലാക്കാൻ ലേറ്റ് ആയി പോയി. വാവ് ഫ്രണ്ടിലത്തെ റോഡിന് എന്തായാലും എം കണ്ടത്. എമ്മാ ഓ ഇത് കൊണ്ട് അത് ഈസി. ഞാൻ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നോക്കിയടാ സ്പീഡ് കൂട്ടാൻ വേണ്ടി. മൂഞ്ചി പോയേട്ടാ. ഞാൻ ഇടക്കിടക്ക് ചെയ്തായിരുന്നു, അതൊക്കെയാണ് ഞാൻ മൂന്ന് ചെയ്തത്. ഞാനൊക്കെ പിന്നെ അവിടെ ഉമ്മച്ച് കളിച്ചോട്ട് പിന്നെ അപ്പൊ ഇതെന്താ തിരിയത്? ആ വളവ് ഓരോരുത്തരായിട്ട് കയറേണ്ടതാണ്. ഇത് കയറുന്നില്ല വണ്ടി, ഇത് റൗണ്ട് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു. എടാ വണ്ടി കേറുന്നില്ല. ഊട്ടി ഊട്ടി ആക്സിഡന്റ് വിട്ട് ചവിട്ടാ മതി. എടാ, ഈ റൈസിന് ഇതുണ്ടായിരുന്ന പിടിച്ചുണ്ടായിരുന്ന ഇതിനുണ്ടായിരുന്നു അത്. ഞാൻ മൂഞ്ചിയേ. ഇന്നാക്ടിവിറ്റിയാ. അളിയാ ഇനിയിപ്പൊ അളിയാ ഗെയിം ക്രാഷ് ആളിയാ നേരത്തെ. ഇതെന്തത്? നല്ല റീസൺ. റിസൾട്ട് അപ്പോഴേക്കും ഇതെന്തിനാണ് വരുന്നത് ഗോക്കു ഇതിങ്ങനെ? ഇന്നാണല്ലോ വന്നു തുടങ്ങിയ സത്യം. പീസ് ഒന്ന് പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടോ. PC റീസ്റ്റാർട്ട് ചെയ്യണോ? പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടോ. ഫയലൊരു മിസ്സായി. വാളയാർ വാസു ഇതാണെങ്കി ഷോർട്ട് കട്ട് പിടിക്കാൻ തോന്നില്ല. ചിന്നാടന്റെ ലോറിയാടാ. അയ്യോ പാവാ ബോട്ടിന്റെ പിറകെ വരുന്നൊക്കെയാണ്. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വണ്ടി വെച്ച് ഒരാൾ എങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കും? സ്പിരിറ്റ് ആടാ, സ്പിരിറ്റ് പറയുന്നത്. എന്റെ ഒരു സ്പിരിറ്റ് കണ്ടില്ലേ നിങ്ങളൊക്കെ? അവന്റെ ഒരു സ്പിരിറ്റ്. അളിയാ 7 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കുവാ നമ്മള്, മനസ്സിലായ? ഒരു ലാപ്പ് വിളിച്ചാ മതി. അല്ലെ നമുക്ക് ഇതും വാമ്പാക്കിയാലോ? ഒന്നുമില്ല അളിയാ, ഒന്നുമില്ല. വേണേ ഇത് വാമ്പാക്ക കേട്ടാ. കുഴപ്പമില്ല. ഓ അത് കഴിയായിരുന്നു, അത് കഴിയായിരുന്നു, അത് കഴിയായിരുന്നു. ചീറുകി പോലും കൈയൊക്കെ ഉണ്ട് ഈ വണ്ടിയിൽ. അവൻ വീണ്ടും നീ കൊറേ ഡിസ്റ്റൻസിൽ പോടാ. എങ്ങനെയാണ് ടീമാ? ഞാൻ അവിടെ നിന്ന് ഡൗൺ ചെയ്തോ അറിയാതെ. ഞാൻ 6ാമത്തെ കയറിട്ട് അതൊക്കെ കയറ്റുന്നേ. അതിന്റെ ആവശ്യം പിന്നെ ഞാൻ 5ാമത്തെ ഗിയറാക്കി പോയി അറിയാതെ. ബോട്ട് കയറി പോകുന്നതാ. അയ്യോ ഗോകുന്റെ അവിടെ ഫ്രണ്ട് ബോട്ട് കയറിയതാ. എഫണ്ടിന്റെ സ്റ്റിയറിംഗ് വെച്ച് ട്രക്ക് ഓടിക്കണം. സത്യം നിന്നെ പറഞ്ഞ വണ്ടി അയ്യോ നമ്മളെ പറ്റിക്കടാ ഈകളെ, നമ്മളെ പറ്റിച്ചാ. നമ്മളെ പറ്റിക്കും. ഇപ്പൊ അത് തൊട്ടടുത്തെത്തി. ഈ റൈസ് ബോട്ട് കൊണ്ടുപോകും കേട്ടോ. എന്നെ ബോട്ട് പൊട്ടിക്കണമെങ്കിലേ ഞാൻ ഈ പരിപാടി നിർത്തുമല്ലോ അന്നത്തോടെ. അവൻ പൊട്ടിക്കാൻ എന്നെ. അയ്യോ തൊട്ടുപുറയിലെത്തിയേട്ടാ. ഇറക്കായോണ്ട് എടാ കേറ്റി വിടില്ല അവനെ, കേറ്റി വിടില്ല. അവന് പ്രാന്തെന്തോ. ഹലോ, അവൻ പറഞ്ഞു വരുന്നത് ബോട്ടിന് മതം. മോഡികളെ കിടിലായിരിക്കും കേട്ടാ. ഓ ഇതിനി മോഡൂടെ ചെയ്യാം. വെറുതെ ഓടിച്ചിട്ട് മനുഷ്യന് സമാധാനമില്ല. ടീമിനെന്ത് പോക്ക് പോടോ നോക്കിയേ. അല്ല ഡീമിനെ കറക്റ്റ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തടാ ഡീമൻ. കൊള്ളാം, അകം കൊള്ളാം, അകം കൊള്ളാം. എന്തായാലും മിസ്റ്റേക്ക് ചെയ്യാൻ പോണില്ല. അകൊക്കെ ഇട്ട് കണ്ടോട്ടെ. ഹായ് ഫ്രണ്ട്സ്. ഗോട്ടിന്റെ കാട്ട വന്ന് പാണ്ഡ്യമൾ മെനു ഗോട്ട് എല്ലാം ഗോട്ട്
പ്രാവ് ഞാൻ തോൽപ്പിച്ച്. ഓവർടേക്ക് ചെയ്തേട്ടാ അവര് ഓവർടേക്ക് ചെയ്തേട്ടാ. ഞാൻ വരുന്നുള്ളു ഉറങ്ങി ഓടിക്കാറ വണ്ടി. ആ. ഇതെന്താ EV ട്രക്കാ? നിനക്ക് എങ്ങനെ പറ്റണടാ ഇതൊക്കെ കളിയാ? ഇനി അടുത്തോട്ട് അങ്ങോട്ട് റേസ് ആണ്, വിഷയ റേസ് ആയിരിക്കും അങ്ങോട്ടൊക്കെ. ഞാൻ സത്യം പറയല്ല, ഞാൻ ഇത് ഓഫ് റോഡ് ആണെന്നാ ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞ. അയ്യോ, ഇത് ഓഫ് റോഡ് കൂടെ കേറ്റാ ഞാൻ ഇനി. നല്ല രസമില്ലേ? ഇങ്ങനെയാണ് ഞാൻ ഇത് എടുത്തത്. കല്ലിൽ തങ്ങി കിടന്നു. വീണ്ടും ഓവർടേക്ക് ചെയ്യടാ കൊക്കോവനെ. കണ്ട് ഞാൻ മിണ്ടായിരിക്കാം, ആരും പറയണ്ട. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഓവർടേക്ക് ഇപ്പൊ അവൻ. ഈ റേസിങ്ങിന് ഞാൻ ജയിക്കുമായിരുന്നു. വെറും തോന്നലാണാ, വെറും തോന്നലാണ് അതിന്റെ വെറും തോന്നല. അതൊക്കെ ജയിക്കുമായിരുന്നത്. എടാ നോക്കൂ, കള്ള കള്ള കള്ള. സംഭവിക്കട്ടെ അവിടെ വരും. വലിയ വെള്ളമാണ്. ചവിട്ടി വരണേ. ഞാൻ പറഞ്ഞില്ലേ സോയി, ഞാൻ പറഞ്ഞില്ലേ സോയി. അപ്പൊ എന്നെ വെട്ടി. അയ്യോ ഡീമ എന്റെ മറ്റേ ബോട്ടനെ വരുന്നതല്ല, വെല്ലു വിളിച്ചിട്ടുണ്ടോ ലൈവിൽ ഓൾറെഡി. ഡീമ നീ ഒന്ന് പുറകെ ഇടിച്ചിട്ടേ. എനിക്ക് അവനെ കിട്ടത്തില്ല ഇനി. ഇതാ അവന്റെ വണ്ടിക്ക്. അതെന്താ അത്? അയ്യോ കൺട്രോൾ പോയി, എന്ത് കൺട്രോൾ പോയി, കയ്യിൽ വണ്ടി കൺട്രോൾ പോയി. ഹലോ നിക്കണേ. ഗോകുന്റെ വിളി എനിക്ക് കയ്യിൽ മനസ്സിലായി. control പോയി വണ്ടി. അത് വിളിക്കുമ്പോഴേ നമ്മളത് മനസ്സിലാക്കണം. അത് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് ഗോക്ക് ഒന്ന് ഇടിക്കുവോ? ഗോക്ക് ഒന്ന് ഇന്ത്യ തോറ്റ പിന്നെ ഹലാ നീ എന്നെ ഇടിക്കാവോ? പിന്നെ അതിനുള്ള സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇടിക്കാൻ പറയായിരുന്നു. ഡീമ നിന്നെ ഇടിച്ച് തൂറ്റിക്കോളാ ഞാൻ. നിന്നെ ഇടിച്ച് തൂറ്റിക്കും, നോക്കിക്കോ. നീ എഴുതി വെച്ചോ. വയറിടിക്കണേ. അളിയാ ഒരു കാര്യം ആലോചിക്കാണ്. എപ്പണ്ണിന്റെ ഹാൻഡിലൊക്കെ വെച്ച് ട്രക്ക് ഓടിച്ചോണ്ടിരിക്കുന്നിടത്ത് അത് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് തമ്മിലടി വരും തമ്മില്. നീ വരും അവരിപ്പോ കയറി പോയ. അത് കണ്ടായിരുന്നു സോയി. ഒരു കുടുംബ ഇനി മാറില്ല അവർ കയറിപ്പോ. സോയി വന്നേ. നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്തില്ല. നമ്മൾ രണ്ട് തോക്കും. സോയി വന്നാൻ തൊട്ടോറി ബോട്ടോട്ടി എല്ലാവരും ഉണ്ട്. മാൽ മാഫിയ എല്ലാരും ഉണ്ട്. മടൽ മാമയാണോ? ഇവ ഓടിക്കുന്നത് കഴിവ ഓടിക്കുന്നത്. അത് തീവരാ. എന്റെ ഫോട്ടോ ഓടിക്കായിരിക്കുന്നത്. ഇന്ത്യ തോറ്റ് തോക്കട്ടാ. സെലക്ഷൻ കമ്മിറ്റിയുടെ ആണ് അതൊക്കെ. സെലക്ഷൻ കമ്മിറ്റിയുടെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് T20. അതെന്തൊരു പരിപാടി അത്. ടീമിന് ഈ ടീം കള്ളാണ്. അവ ഇടിച്ചിലൂടാ നമ്മളെ. ഇടിച്ചെങ്കിൽ കയറ്റി. എടാ നമ്മൾ കംബാക്കിന്റെ ആളല്ലടാ. ഫസ്റ്റ് അടിക്കായിരിക്കോ? ഇത് കാണുന്ന സത്യമല്ലേ? മൈ ഇന്ന് തന്നെ ഒരു മെയിലേക്ക് തിരിച്ചാണ്. ഈ തിരിവില് കംബാക്ക് എന്ന് പറഞ്ഞാൽ ഗോട്ടാണ്. ഗോട്ട് കാണിച്ചു കൊടുത്ത് കംബാക്ക് കാണിച്ചു കൊടുത്ത് വണ്ടി നീങ്ങണ്ടേ? സൂപ്പർ. നടക്കൂലത് വിളിച്ചാൽ പാടില്ല. അല്ല അതേട്ടല്ല, ഇതൊരു പിന്നെ അങ്ങനെയല്ല. ഉണ്ട് കഴയാണ് കഴ. അവൻ കട്ടപ്പ പുറകിയത് കുത്തിയവൻ.
മണൽ മാഫിയ ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നത്. മണൽ മാഫിയ സൈക്കൂടെ പോക്കണം. അയ്യോ അതല്ലേ? അപ്പുറ സൈഡ് ഇവിടെ ചെറിയ റോഡ് അതുകൊണ്ട് ഇതാ സൈക്കൂടെ. ഒരു വളവല്ലേ അത്, വളക്കണ്ടേ നമുക്ക്? എടാ, നീ പുഴുത്തോ അതോടാ. ഞാൻ ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിക്കുന്ന ഇപ്പൊ കഴി. ഇതെന്ത് ഇറവാണെന്ന് തിരിച്ചും. നീ ഒന്ന് വെരിഫൈ ഇന്റഗ്രിറ്റി നോക്കടാ സ്റ്റീമില്. അത് ചെയ്ത് ഇപ്പം തന്നെ ചെയ്തു. അപ്പൊ നീ ഗ്രാഫിക്സ് അകത്തൊന്ന് കുറച്ച് നോക്ക്. ആ ഗ്രാഫിക്സിന്റെ സീനാണോ? ഓയ് പിടിച്ചിട്ടെ. താങ്ക്സ്. അപ്പൊ എന്റെ സ്പീഡ് പറയത്. ഇല്ല ഞാൻ മാറുന്നു, അപ്പൊ തന്നെ മാറുന്നു. കേറുന്നില്ല കേട്ടോ ഇത്. ഒരടി ശ്രമിക്കാൻ വേണ്ടി എത്ര എല്ലാം കണ്ട് ഇടിക്കാൻ പറ്റുള്ളൂ. നമ്മള് അവിടെ പെരത്ത് കുരുങ്ങി. ഫ്രണ്ട് രണ്ടുപേരും ഒന്നും മിണ്ടാതെ പറയാതെ പോണ്ട്. നമുക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ. ഒരു ലാപ്പേ ഉള്ളേ. ഇത് ഒരു ലാഭം പറ്റത്തില്ലേട്ടാ. ബെസ്റ്റ് ലാപ്പ് എഴുതി കാണിക്കുന്ന ആരാണ് അവരെ അയച്ച്. ബെസ്റ്റ് ലാപ്പാ. ആ ബെസ്റ്റ് എഴുതി കാണിക്കില്ല. ഇപ്പൊ 0 അല്ലേ? അത് നോക്കിട്ട് നമുക്ക് ആകാം. അഥവാ ഒരുമിച്ച് കയറാണെങ്കിൽ സെക്കൻഡ്സ് മനസ്സിലായില്ലേ? ഇങ്ങനെയല്ലേട്ടൊന്നും പോണേ. അവർ രണ്ടുപേരും നാണ്ട പൊരുത്തല്ലി പോണത്. രണ്ടുപേരും കണക്റ്റഡ്. ആദ്യമായിട്ടാണ് ദേഹം ബ്രേക്ക് ചവിട്ടിട്ടില്ല. എന്റെ കാര്യം അറിയിച്ചു അത് സത്യം. ഈ വീക്ക് സോട്ടിന് പുറത്താണ്. ഞാൻ എങ്ങനെ ബാക്ക് എത്തിയത്? പുതിയ കള്ളൻ ടീമൻ വട്ടം വയ്ക്കും വണ്ടിക്ക്. ആ സ്പീഡ് എനിക്ക് കേറിയതായിരുന്നു. ഒരു ഇറക്കം വരുമ്പോ ഒന്ന് ബ്രേക്ക് കൂടി കാരണം ഞാൻ മൂട്ടി ഒന്ന് ഇടിക്കും. അപ്പൊ ആ സ്പീഡിലാണ് കയറി പോണം. മനസ്സിലായോ? ഇവിടെ ബ്രേക്ക് അടിച്ച് വളച്ചോ. അവരെ സ്പീഡ് അങ്ങനെ കുറച്ച് അയ്യോ ഞാൻ വെളിയിൽ പോകണ്ട. ലോറി ലോറിയാ ഈ വളവ് ഞാൻ അയ്യോ 18 മിനിറ്റ് ഇതുവരെ ഒരു ലാപ്പ് തീർന്നില്ലടാ. ബുദ്ധിപരമായിട്ട് അങ്ങനെ കളിച്ചല്ലേ. ആ ഒരു ലാപ്പ് ഫ്രണ്ടില് അപ്പൊ റേസ് തീർന്നേ.
ഫിനിഷ് ലൈനിൽ ആ അവിടെ ബെസ്റ്റ് ലാപ്പ് ആരാണ് നോക്ക് അടിയപ്പനായിരിക്കുമല്ലോ എന്തായാലും. അതെ അളിയാ നടന്നില്ലല്ലേ ട്രിക്ക്. ലാപ്പുണ്ടാവാത്തെ ഇത് ഇവിടെ വരെയുള്ളു കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഇല്ല ലാപ്പ് 2 ആയില്ല. ലാപ്ടോപ്പ് ആയിട്ടില്ല, ലാപ്ടോപ്പ് ആയിട്ടില്ല. ആ ഇപ്പൊ ഞാൻ ബസ് നീ അല്ല നിന്റെ എത്ര 18:58 ഞാൻ 19 സെക്കൻഡ് കറക്റ്റ്. ഈഗിള് അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ? ലാപ്ടോപ്പ് ഞാൻ എന്റെ ബെസ്റ്റ് ലാപ്ടോപ്പ് അല്ല അവിടെ ഒരുമിച്ചല്ലേ വന്നത്. അല്ല ഞാൻ ചോദിച്ചു 18:58. ഞാൻ 19:00. ആ അപ്പൊ ഞാൻ ചോദിച്ചു ബെസ്റ്റ് ലാപ്ടോപ്പ് എന്റെ. ഞാനും 19:10. അപ്പൊ ഞാൻ ചോദിച്ചു ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. മറ്റേ ബോട്ട് പട്ടി കയറി വരുന്നുണ്ട് കേട്ടാ. നിർത്തിക്ക വാ ഇനി ഇത് ഓടിച്ചോട്ട് വെടുക്കും. ഇനി 30 കിലോമീറ്റർ ഓടാ വയ്യ. ഞാൻ നിർത്തി എക്സിറ്റ് അടിച്ചാ. അപ്പൊ ഞാൻ ചോദിച്ചു ഡീമ അതെന്താന്നറിയോ ഡീമ, അത് കർമ്മയാ ഡീമ. നീ എന്നെ ഇടിച്ചിട്ടേന്റെ കർമ്മ. കള്ളൻ എന്നെ ഇടിക്കാൻ നോക്കി ഞാൻ ടാറ്റിക്സ് ആയിട്ട് നീ വാട്സാപ്പ് പ്രൊഡ്യൂസറിന് പൈസ കൊടുത്തു പറയുന്നു. ഒന്നുമല്ല നമ്മുടെ കളി റോബിടൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് ദേഷ്യമല്ലേ. ഞാനും ഇങ്ങനെ ആട്ടി വരാം. എന്തൊരു വണ്ടി അല്ല വണ്ടി. ഫ്രണ്ടിലൊരു വലിയ ആക്സിഡന്റ് നടന്നല്ലോ. എന്നെ ഇടിച്ചാണ് ബോട്ടുകൾ ഈ വണ്ടി തന്നെ പോകുന്നത്. ഫോർസ പോയിന്ന് എന്താണ് അതിനൊക്കെ. അല്ലെ ഇനിയെങ്കിലും അല്ലെ ഒരു നല്ലൊരു റേസ് ഇടണേ അളിയാ. നല്ല റേസ് ആയിരിക്കും. അപ്പൊ അളിയാ എങ്ങനെ 1000 രഘുല് വന്നില്ലേ? ഞാൻ നാളെ പോണം. ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കും. നീ കളിക്കുന്നില്ല? ഇല്ല നാളെ കാലത്ത് പോകണം. നൈസ് പ്രാക്ടീസ് ആണ്. ഇന്നത്തെ പ്രാക്ടീസ് നന്നായിട്ട് പെർഫോം ചെയ്തളിയാ. നൈസ് പ്രാക്ടീസ്. ഇതാണല്ലേ നീ ഇന്നലെ എനിക്ക് അയച്ച റെഗുലർ പ്രാക്ടീസ്. ഇന്നലെ ഞാൻ കളിച്ച് കോഴക്കളിയത്. അതങ്ങനെ പലതും പറയും പല അവന്മാരും. ഇതൊന്നും ഞാൻ തലയിലോട്ട് എടുക്കത്തില്ല. ഫോർസ പ്രിൻസസ് ചെയ്യരുത്. നിന്നെ ഇനി എവിടെ കണ്ടാലും നൂത്ത് പറക്കിട്ട് അടിക്കും അടിയുമാ. നിന്നെ ഞാൻ ഇടിച്ചു തൊലയ്ക്കും, വെട്ടി തൊലയ്ക്കും. എവിടെ പോവാ? ഞാൻ കാർഡ് വെട്ടണ കോൺട്രാക്ട് ഉണ്ട്. പാർട്ട് ടൈം വേണ്ടി അത് ജോയിൻ ചെയ്യാറുണ്ട്. റൈസ് മാത്രം കളിച്ചാൽ പോരല്ലോ. നിന്നോട് പറയേണ്ട ആവശ്യമില്ല. ബോട്ട് വെട്ടി കളിക്കാൻ വരാത്ത നിന്നോടൊന്നും ഒരു കളി കളിച്ചിട്ട് ഇറങ്ങി പോകണം അപ്പി എടുത്തൊന്നും ഞാൻ എനിക്കത് പറയാൻ താല്പര്യം. 4 മണിക്ക് പോണം. 4 മണിക്ക് നീ കള്ളനാണാ, നീ വെറും കള്ളൻ.